കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് നാം ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറായിട്ട് ആചരിക്കുന്നു. ഇന്ന് പ്രത്യേക ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവശാസ്ത്ര പഠനം പഠിക്കുന്ന സമൂഹമായി സഭയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രത്യേകമായി ഈ ഞായറാഴ്ച നാം ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറായിട്ട് നാം ആചരിക്കുമ്പോൾ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് ചിന്തിക്കുന്നതിനും അതിൻ്റെ ഭാഗമായി സെമിനാരികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനുമുള്ള ദിവസമായി നാം ഈ ദിവസം വേർതിരിക്കുന്നു. യശശരീരനായ അഭിവന്ദ്യ MC മാണി ബിഷപ്പിനാൽ ആരംഭിച്ച കോട്ടയം ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ദൈവശാസ്ത്ര അഭ്യസനം നമ്മുടെ മഹാഇടവകയിൽ നടന്നു വരുന്നു. ഈ പരിശീലനം പ്രധാനമായും നടക്കുന്നത് സെമിനാരിയിലേക്ക് പോകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വൈദിക വിദ്യാർത്ഥികൾ, സഭാ ശുശ്രൂഷയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത റീഡേഴ്സ്, കർത്തൃ ശുശ്രൂഷയിൽ താല്പര്യമുള്ളവർ, ദൈവവചനം പഠിക്കുവാൻ താല്പര്യമുള്ളവർ ഉൾപ്പെടെയുള്ള അൽമായർക്ക് വേണ്ടിയും കൂടിയാണ്. ഇന്ത്യയിലെ പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങളുള്ള വിവിധ സഭകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സെമിനാരികളും വിവിധ എക്യുമെനിക്കൽ ദൈവശാസ്ത്ര കലാലയങ്ങളും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സെനറ്റ് ഓഫ് സെറാംബൂർ കോളേജ് അംഗീകാരമുള്ള സ്ഥാപനമാണ് ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നിലവിൽ സെനറ്റ് അംഗീകാരമുള്ള ബാച്ചിലർ ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസ്, ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ സ്റ്റഡീസ്, ഡിപ്ലോമ ഇൻ വർഷിപ്പ് ആൻഡ് മ്യൂസിക്, ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ എന്നീ കോഴ്സുകളും കോളേജ് നേരിട്ട് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ബിബ്ലിക്കൽ ലാംഗ്വേജസ്, ഹീബ്രു, ഗ്രീക്ക്, സർട്ടിഫിക്കറ്റ് ഇൻ തിയോളജിക്കൽ സ്റ്റഡീസ്, ഡിപ്ലോമ ഇൻ തിയോളജിക്കൽ സ്റ്റഡീസ്, വൈദിക വിദ്യാർത്ഥികൾക്കായുള്ള ഓറിയന്റേഷൻ ഇൻ തിയോളജിക്കൽ സ്റ്റഡീസ് ഉൾപ്പെടെ വിവിധ ഓഫ്ലൈൻ, ഓൺലൈൻ കോഴ്സുകളിലായി 150ഓളം വിദ്യാർത്ഥികൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്നു. BMTയെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യം. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ച് കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തകർന്നു കിടന്ന യെരുശലേമിന്റെ നഗരവാതിലുകളുടെയും മതിലിന്റെയും പുനരുദ്ധാനത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം. നഗരത്തിന്റെ അറ്റകുറ്റങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ന്യായപ്രമാണ വായനയിലൂടെയും അതിന്റെ വ്യാഖ്യാനത്തിലൂടെയും ജനത്തെ ഒരു സാമൂഹിക ആത്മിക പുനരുദ്ധാനത്തിലേക്ക് നയിക്കുന്ന എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് ഈ ഭാഗത്ത് നാം വായിക്കുന്നു. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ 2 ചിന്തകൾ പങ്കിടുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ റിഫോംസ് അവർ പെർസ്പെക്റ്റീവ് ഓൺ ഗോഡ്. പ്രസ്തുത വേദഭാഗത്തിൽ യെരുശലേമിന്റെ മതിലിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളായ ജനത്തെക്കുറിച്ചാണ് വായിക്കുക. വളരെ താല്പര്യത്തോടെ ദൈവവചന വായനയും വ്യാഖ്യാനവും ശ്രദ്ധിക്കുന്ന യഹൂദന്മാർ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന യഹൂദന്മാർ എണ്ണത്തിലധികമില്ലായിരുന്നു. വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം BC 516 വർഷത്തോടെ പേർഷ്യൻ രാജാവായ ദാര്യാവേശിന്റെ കാലഘട്ടത്തിൽ ആലയം പൂർത്തീകരിച്ചതായിട്ട് നാം മനസ്സിലാക്കുന്നു. പിന്നീട് BC 465 മുതൽ ഭരിച്ച അർദ്ധശ്രേഷ്ഠ രാജാവിന്റെ സമയത്താണ് ആദ്യം എസ്രയും പിന്നീട് നെഹമ്യാവും യെരുശലേമിലേക്ക് വരുന്നത്. ആലയ നിർമ്മാണത്തിന് ശേഷമുള്ള കാലയളവിൽ യെരുശലേമിൽ പാർത്ത യഹൂദന്മാർ നിരന്തരമായ പ്രശ്നങ്ങളിലൂടെയും അവ അവശേഷിപ്പിച്ച മാനസികാഘാതങ്ങളിലൂടെയും സഞ്ചരിച്ചു. മലാഖി പ്രവചനം 2-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ ഒരു വേളയിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ അതിലെ ദൈവഹിതത്തെ പോലും ദൈവ സാന്നിധ്യത്തെ പോലും സംശയിച്ചു. ഇത്തരം ഇച്ഛാഭംഗത്തിലൂടെ യാത്ര ചെയ്യുന്ന ജനമാണ് ഈ വേദഭാഗത്ത് ഉത്സാഹത്തോടെ, താല്പര്യത്തോടെ, സന്തോഷത്തോടെ ദൈവവചനത്തിന്റെ വായന ശ്രദ്ധിക്കുന്നത്. 8-ാം വാക്യത്തിൽ ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ട ജനം കരഞ്ഞതായി സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണകളിലേക്ക് വളരുന്ന, തെറ്റിദ്ധാരണകളെ നീക്കി തങ്ങളുടെ ദൈവബോധ്യങ്ങളെ പുതുക്കുന്ന ഒരു സമൂഹത്തെ നമുക്കിവിടെ ദർശിക്കാം. ഈ കാലഘട്ടത്തിലേക്ക് നാം വരുമ്പോഴും ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ശരിയായ ധാരണകളിലേക്ക് സഭയായി നാം വളർന്നിട്ടുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. Some of us perceive God mainly as a provider of prosperity, as a troubleshooter, one who exists inside the 4 walls of the church, as a cultural symbol, tradition. നമ്മുടെ വചനവായനയിലൂടെ, പഠനത്തിലൂടെ ശരിയായ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. രണ്ടാമതായി,
തിയോളജിക്കൽ എഡ്യൂക്കേഷൻ റിഫോംസ് അവർ പെർസ്പെക്റ്റീവ് ഓൺ അവർ നൈബേഴ്സ്. 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന ഭോജനവും മധുരപാനീയവും കഴിച്ച് തങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കും. വചനത്തിന്റെ ശരിയായ മനസ്സിലാക്കൽ ആവശ്യത്തിലിരിക്കുന്നവരെ ശ്രദ്ധിക്കുവാനുള്ള ഒരു പുതുക്കപ്പെട്ട മനസ്സ് അവരിൽ ഉളവാക്കും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും ആത്മീയതയും ദൈവാശ്രയവും സ്വാർത്ഥതയെ വിളിച്ചോതുന്നതാണ്. നാം അടങ്ങുന്ന കുടുംബത്തിനപ്പുറത്തേക്ക് നമ്മുടെ ആത്മീയത വളരുന്നില്ല. ന്യായപ്രമാണ കേൾവിയിലൂടെ തങ്ങളുടെ ദുഃഖങ്ങളെ തരണം ചെയ്യുന്ന ദൈവജനം മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു, അവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദേവാലയങ്ങളും സംഘടനാ യോഗങ്ങളും കൂട്ടായ്മകളും കൂടിവരവുകളും ഇത്തരത്തിലുള്ള പഠനങ്ങളുടെ പ്രാഥമിക വേദികളാകട്ടെ. ദൈവത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുകളിലേക്ക് നടത്തുന്ന, നമ്മുടെ അയൽക്കാരെക്കുറിച്ചുള്ള ശരിയായ വീക്ഷണത്തിലേക്ക് നയിക്കപ്പെടുന്ന ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ വചനത്തെ ആഴമായിട്ട് പഠിക്കുവാനും ശരിയായ ദൈവശാസ്ത്ര ബോധ്യത്തിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകളിലൂടെ ഞങ്ങളുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകളിലൂടെ വളരുവാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.